ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഡ്രൈവിംഗ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ, നിങ്ങൾ വിഷയം കാണും. ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് വരുന്നത്. ഇന്ന് ഡ്രൈവിംഗ് ടിപ്സ് പോലെ തന്നെ ഡ്രൈവിങ്ങിലുള്ള വേഗതയെക്കുറിച്ചുള്ള ഒരു ടിപ്സ് ക്ലാസ്സുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇടതുഭാഗത്ത് കാണുന്നുണ്ടല്ലോ 40. എന്താണ് ഈ റോഡിലെ മിനിമം വേഗത? 40 കിലോമീറ്ററേ ഈ സമയത്ത് ആവാൻ പാടുള്ളൂ. കാരണം ഇവിടെ കുറച്ചപ്പുറം പള്ളിയുണ്ട്, ഒരു സ്കൂളുണ്ട്, അതായത് വേളാപുരം, അവിടെയാണ് സ്കൂൾ. അപ്പോൾ ഇതിപ്പോൾ പാപ്പനശ്ശേരി കഴിഞ്ഞാൽ നമ്മൾ തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഇത് കാണുന്നത്. പക്ഷേ ഇതൊക്കെ ആരും അനുസരിക്കുന്നുണ്ടോ സംശയമാണ്. ഇതായിപ്പോൾ ഒരു സ്കൂൾ ബസ് വന്ന് ഇവരാരും പോകുന്നത് 40 കിലോമീറ്റർ വേഗതയിലല്ല. കാരണം അങ്ങനെ കത്തിച്ച് പായുകയാണ്. ഇത്തരം റോഡിൽ കാണുന്ന ഈ സൈൻ ബോർഡുകൾ പലരും ഈ നിയമം അനുസരിച്ചോ പാലിച്ചോ ചെയ്യുന്നില്ല. കാരണം അവിടെ 40 കിലോമീറ്റർ വേഗത്തിലേ പോകാൻ പാടുള്ളെന്നാണ് മോട്ടോർ വാഹന വകുപ്പും ഗതാഗത വകുപ്പും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? മുന്നിലൊരു ദേവാലയമുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറം ഒരു സ്കൂളുണ്ട്, ഇതൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പോകുന്ന വേഗതയോ അതിവേഗത. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോഡിലെ വേഗത. അപ്പോൾ അതും ഡ്രൈവിംഗ് ടിപ്സ് പോലെ തന്നെയാണ്. കാരണം ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നിയമവശങ്ങളാണത്. കാരണം റോഡിൽ കാണുന്ന സൈൻ ബോർഡുകൾ തീർച്ചയായും നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 40 കിലോമീറ്റർ അവിടെ ഹമ്പുണ്ട്, പല തടസ്സങ്ങളുള്ളതെല്ലാം വ്യക്തമായി അവിടെ റോഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകേണ്ടത്. ഇവിടെ കാണുന്നത് മിക്ക വാഹനവും റോഡിൻ്റെ വലതുഭാഗത്തെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം പുതിയ വിഷയങ്ങളുമായും ഈ ഡ്രൈവിംഗ് ടിപ്സിൽ നിങ്ങളുടെ സ്വന്തം രാജശ്രീ കൊൽത്തുകാൽ വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ തീർച്ചയായും വരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീണ്ടും ഒരു ശുഭദിനം നേരുകയാണ്.